ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണത്, ഒരുപാട് കുട്ടികൾ പറയുന്നു വീട്ടിലെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും കിട്ടണില്ല. രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് വെക്കണം ഒക്കെ ഉണ്ട്, പ്രാർത്ഥിക്കണം ഒക്കെ ഉണ്ട്, എന്തെന്നെയായാലും അമ്മ വീട്ടിലൊരു സ്വസ്ഥതയില്ല. ഈ ഭർത്താക്കന്മാർ ചിലവരുടെയൊക്കെ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ പറയുന്നുണ്ട്, നല്ലതായിട്ടും ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. ചിലയിടത്ത് കുട്ടികൾ നന്നായി പഠിക്കണില്ല, ചിലവർ അമ്മ പറഞ്ഞത് അനുസരിക്കണില്ല, ഇങ്ങനെ പല തരത്തിലും. അതൊക്കെ എന്തുകൊണ്ടാന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അതൊക്കെ നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി കൊണ്ടാ മക്കളെ. അപ്പൊ ഈ കർക്കിടക മാസത്തിൽ നമ്മളെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാനാണ് അമ്മ ഒന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അമ്മ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം തന്നെയാണ് പറഞ്ഞു തരുന്നത്, 100% ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഈ കർമ്മം ചെയ്യേണ്ടത് എന്താഴ്ചയെന്ന് ആദ്യം പറഞ്ഞുതരാം മക്കളെ. കർക്കിടകത്തിലെ 30 ചൊവ്വാഴ്ച ചെയ്തോളൂ. നമ്മൾ കർക്കിടകം 1-ാം തീയതി വെള്ളിയാഴ്ച ആയിരുന്നു അല്ലെ, അന്ന് തന്നെ നിങ്ങൾ ചെയ്യണം എന്നില്ല. അന്ന് നമ്മൾ ആദ്യമായിട്ട് ചീബോതിക്ക് വെക്കുക, എല്ലാം ചെയ്യണ ദിവസമാണ്. അന്ന് ഇത് ചെയ്ത് വെക്കണ്ട. പിന്നത്തെ ചൊവ്വാഴ്ച മുതൽ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും കർക്കിടകം കഴിയുന്നവരെ ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നുകിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച, ഈ 2 ദിവസങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇത് ചെയ്യുക എങ്ങനെയെന്ന് അറിയൂ? രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി വന്നിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലെ സങ്കടങ്ങളൊക്കെ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ മറക്കണം. നിങ്ങൾ സന്തോഷവതിയാണ് എന്നാണ് ഭാവിക്കുക. മനസ്സുകൊണ്ട് നിങ്ങൾ സന്തോഷവതിയായിട്ട് ഇരിക്കുക. പ്രകൃതി നിങ്ങൾക്ക് അപ്പോൾ സന്തോഷം നിങ്ങൾക്ക് വരുത്തി തരും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? ആദ്യം നമുക്ക് ഇങ്ങനെ ഏലക്കായ വേണം. ആദ്യമായിട്ട് കണ്ടോ, നമ്മളെ വീട്ടിലത്തെ ഏലക്കായ അമ്മ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. കർക്കിടക മാസം ആവുകൊണ്ട് കണ്ടല്ലോ, ഏലക്കായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്മ കൊണ്ടുവന്ന് വെച്ചിരിക്കണ ഗ്രാമ്പു കണ്ടല്ലോ, ഗ്രാമ്പു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ കൊണ്ടുവന്ന് വെച്ച സാധനം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പച്ചക്കർപ്പൂരം. ഇത് നമ്മളെ സാധാ ചൂടക്കർപ്പൂരം അല്ല കേട്ടോ. അത് നമ്മൾ ഈ കണ്ടിട്ടില്ലേ, സമചതുരത്തിലുള്ള കട്ടകള്, അതല്ല കേട്ടോ. ഇത് ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങണത് പച്ചക്കർപ്പൂരം. ഇത് നമ്മളെ അലർജിക്കും ഫംഗസ് ബാധയ്ക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പലഹാരങ്ങളിൽ ഇടുന്നുണ്ട്, ലഡു പോലുള്ള പലഹാരങ്ങളിൽ അത് കേടുവരാതിരിക്കാൻ ആളുകൾ ചേർക്കുന്നുണ്ട്. അപ്പൊ ഈ പച്ചക്കർപ്പൂരാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുകയെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല അല്ലെ. നമ്മൾ ആയുർവേദ കടകളിലൊക്കെ കിട്ടും മക്കളെ. പൂജാ സ്റ്റോറുകളിൽ പച്ചക്കർപ്പൂരം ഇഷ്ടം പോലെ കിട്ടും. മറ്റേ ഗ്രാമ്പും ഏലക്കായും നമുക്ക് ആയുർവേദ കടകളിലും എല്ലാ കടകളിലും കിട്ടുന്നുണ്ട്. അപ്പൊ അത് കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് വേണമെന്ന് ആദ്യം നമ്മൾ ഈ കടകളിൽ കൂടെയാണ്, അതൊക്കെ ശുദ്ധമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ റോസ് വാട്ടർ നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കും ചിലവര്. ചിലവര് പിന്നെ കടകളിലൊക്കെ ഇങ്ങനെ പല മീനും മത്സ്യവും ഒക്കെ ഉള്ള കടകളിൽ നിന്നൊക്കെ ആവും ചിലവര് വാങ്ങിക്കാട്ടോ. അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു റോസ് വാട്ടറിന്റെ ആവശ്യമുണ്ട് കേട്ടോ. ഈ റോസ് വാട്ടർ തളിച്ചു കഴിഞ്ഞാൽ ഏതും നമുക്ക് ശുദ്ധമായി കിട്ടുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് പിന്നെ എന്താ വേണ്ടതെന്ന് അറിയോ? ഇങ്ങനെ ഒരു മഞ്ഞ തുണി കഷ്ണം കണ്ടോ, അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക്? മഞ്ഞ തുണിയിലെ ഇത് അമ്മ വെച്ചതാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ ഒരു മഞ്ഞ കഷ്ണം മതി കേട്ടോ. ഇത്ര പോകുന്നൊരു കഷ്ണം മതി നിങ്ങൾക്ക്. ഇനി വലുതാണെങ്കിൽ വലുതെടുത്തോളൂ. ഇനി മഞ്ഞ ഇല്ലാത്തവർക്ക് ചുവപ്പ് കഷ്ണവും കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ പച്ച കഷ്ണവും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും ഉചിതം നമുക്ക് മഞ്ഞയാണ്. അപ്പൊ ധനാകർഷണത്തിന് നല്ലതാണ് ഈ മഞ്ഞ. അപ്പൊ നമ്മൾ ഈ ഏലക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ അതിന്റെ ഗുണം? നമ്മളെ വീട്ടിലത്തെ എല്ലാവിധ നെഗറ്റീവ് എനർജികളും പോകും ചെയ്യും. നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരാൻ നമ്മളെ ഈ ഏലക്കായ്ക്ക് ഒരു കഴിവുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെ ഗ്രാമ്പൂരും. ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കാൻ മാത്രമല്ല, നമ്മളെ ദൈവികമായ കാര്യങ്ങൾക്കൊക്കെ ഗ്രാമ്പു നല്ലതാട്ടോ. നമ്മളെ ശത്രുദോഷമാണെങ്കിലും എന്താണെങ്കിലും ഈ ഗ്രാമ്പു നമ്മളെ വീട്ടിലുള്ളിടത്തോളം കാലം നമുക്ക് അതൊന്നും വരില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒന്നിനൊരു ബുദ്ധിമുട്ടും വരില്ല ഇത് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മളെ പച്ചക്കർപ്പൂരത്തിന് നെഗറ്റീവ് എനർജി തൂത്തെറിയാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. പച്ചക്കർപ്പൂരം നിങ്ങൾക്ക് അറിയാലോ, അത്രയും ദൈവികമായ ഒരു സംഭവമാണ്. അപ്പൊ ആ പച്ചക്കർപ്പൂരം നമ്മൾ ഇതൊക്കെ എന്താണ്, ഇപ്പൊ ഞാനിങ്ങനെ തുണിയൊക്കെ കാണിച്ചതാവൂല്ലേ നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ? അപ്പൊ എൻ്റെ അടുത്ത് ഒരു പാത്രം നിങ്ങൾക്ക് കാണാണ്ടല്ലേ, ഒരു പാത്രം ഉണ്ടാക്കിയിട്ട് വാരി കോരിയൊന്നും അത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഗ്രാമ്പ് എടുക്കുമ്പോ എണ്ണ നോക്കിയിട്ട് എടുക്കാവുള്ളൂ. 7 എണ്ണം, 5 അല്ലെങ്കിൽ 7, അതിലധികം ഗ്രാമ്പ് ഉപയോഗിക്കരുത്. അതൊരു എണ്ണാണ് കേട്ടോ. ഇതൊരു കണക്കാണ്. ആ കണക്കിലേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തുണിയില് ഒരുപാടൊന്നും കെട്ടി വെക്കരുത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ആദ്യം 7 ഗ്രാമ്പ് വേണം. അത് ഞാനിവിടെ പെറുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടോ, നമ്മൾ ഇങ്ങനെ ഒരു 7 ഗ്രാമ്പ് എടുത്തു കണ്ടോ. ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു 7 ഗ്രാമ്പു കണ്ടല്ലോ. പിന്നെ അതിലേക്ക് നമുക്ക് ഏലക്കായ തോനെ കണ്ടല്ലോ എല്ലാവരും വിചാരിച്ചിട്ട് അതൊന്നും എടുക്കരുത്. 3 ഏലക്കായ
കണ്ടല്ലോ. അങ്ങനെ 3 ഏലക്കായ നമ്മൾ വെച്ചു, കണ്ടില്ലേ. പിന്നെ നമ്മൾ വെക്കണത് എന്താണെന്നറിയോ, ഒരേ ഒരു പച്ചക്കർപ്പൂരം, ഇത്രേ പാടൂ, ഇതിലധികമൊന്നും ആരും വെക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പച്ചക്കർപ്പൂരം, എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കിഴിയാക്കണം കേട്ടോ. ഇതിങ്ങനെ കിഴിയാക്കി ഇവിടെ അതുകൊണ്ട് കെട്ടി നമ്മളിങ്ങനെ വെക്കണം. ഞാൻ മഞ്ഞ കെട്ടിയത് നിങ്ങളൊക്കെ കണ്ടില്ലേ, എന്ന പോലെ ഇതിങ്ങനെ കെട്ടണം, കണ്ടല്ലോ. ഇതിങ്ങനെ കെട്ടി വെക്കണം. എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നിങ്ങൾക്കൊക്കെ ഉണ്ടോന്ന് അറിയില്ല, കന്നിമൂലയിൽ അലമാറുണ്ടോ നിങ്ങൾക്കൊക്കെ, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അലമാറുണ്ടോ നിങ്ങൾക്ക്, എങ്കിൽ ഇത് വെക്കേണ്ട സ്ഥാനം അതാണ്. അവിടെ നിങ്ങളിത് വെക്കണം. വൃത്തിയും ശുദ്ധിയോടുകൂടി നിങ്ങളുടെ ആഭരണവും പിന്നെ അതുപോലെ തന്നെ പൈസയും എല്ലാം വെക്കണ അലമാറയായിരിക്കണം അത്. അപ്പൊ ഇതിന്റെ പൈസ വെക്കണതിന്റെ ഒപ്പം ഇത് വെക്കാം, അല്ലെങ്കിൽ ആഭരണം വെക്കണതിന്റെ ഒപ്പം ഇത് വെക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങളെ വൃത്തിയുള്ള ഒരു പേഴ്സ് ഉണ്ടെങ്കിൽ അതിലും ഇത് വെക്കാം. ഇനി അല്ല, നമ്മൾ ഉപയോഗിച്ച വസ്ത്രം കഴുകാതെ വെക്കണ അലമാറ ഉപയോഗിക്കരുത് കേട്ടോ. ചിലവരുണ്ടാവുന്ന ഉണക്കിയിട്ട് അതിലേക്ക് വെക്കണം, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കഴുകി വെക്കണ വസ്ത്രമാണെങ്കിൽ അതിന്റെ ഒരു സൈഡിൽ ഇത് വെച്ചോണ്ട് യാതൊരു ദോഷവും ഇല്ല. ഇതൊക്കെ വെക്കണത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, തുണിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, മനസമാധാനത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. വീട്ടിൽ ശാന്തി സമാധാനവും വരും. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി നമുക്ക് സന്ധ്യ സമയത്ത് പച്ചകർപ്പൂരം നമുക്കൊരു ചെറിയൊരു കഷ്ണം ഒരു ചെറിയ രൂപക്കൂട്ടിൽ വെച്ചിട്ട് നമുക്ക് പുകയ്ക്കാം. ഈ സാമ്പ്രാണി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആ സംഭവത്തിന്റെ കൂടെ ഒരു പച്ചകർപ്പൂരം കൂടി പുകച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ശത്രുശല്യങ്ങളും നമ്മളോടൊന്ന് ഒഴിഞ്ഞു പോകും. കണ്ടില്ലേ. ഒന്നും പിന്നെ നമ്മളെ വീട്ടിൽ നിൽക്കില്ല. വടക്കു ഭാഗത്തെ വാതില്, അടുക്കള വാതിൽ അടച്ചിട്ട് വേണം നമ്മളിത് കൊളുത്തി വെക്കാൻ. വിളക്ക് വെച്ചതിന്റെ അടുത്ത രൂപക്കൂട്ടിൽ ഇത് വെക്കാൻ. അങ്ങനെയാകുമ്പോ ഈ സുഗന്ധം എല്ലായിടത്തും കൂടിയും പരക്കും. അപ്പൊ പിന്നെ നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികളുള്ള വീട്ടിൽ അവര് കരയുക, അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരു സ്വസ്ഥത ഇല്ലാതെ ഉറക്കക്കുറവൊക്കെ. അങ്ങനെയുള്ള വീട്ടിലൊക്കെ അത് നിങ്ങളെ സ്ഥിരം വൈകുന്നേരത്തെ സന്ധ്യക്ക് ഭഗവാനെ ഒന്ന് പൂജിച്ചതിന് ശേഷം അവിടെ നമ്മളൊരു 10 മിനിറ്റ് പുകയ്ക്കാനുള്ള ചെറിയൊരു കഷ്ണം അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ പിന്നെ യാതൊരു വക ശത്രുശല്യോ ഒരു പ്രേതബാധ അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് കേട്ടോ, ആൾക്കാർ പേടിച്ചിട്ടേ. അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾ ചൊവ്വയും വെള്ളിയും മാത്രം ചെയ്താൽ മതി കേട്ടോ സന്ധ്യക്ക്. ഈ ഡെയിലി കത്തിക്കണമെന്നൊന്നും ഇങ്ങനെ കൊളുത്തി വെക്കണം എന്നൊന്നുമില്ല. ഡെയിലി വെക്കിച്ചാൽ ചെയ്തോളൂ, പക്ഷെ ചൊവ്വയും വെള്ളി നിങ്ങളിത് ചെയ്തു വെച്ചോളൂ. അതേപോലെ തന്നെ സ്ത്രീകളെ രാത്രി എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ തൂത്ത് തുടച്ച് പാത്രങ്ങളൊക്കെ മൂറി കമിഴ്ത്തി സിങ്കൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന്റെ ശേഷം നിങ്ങൾ ഒരു തളികയില് 3 പിന്നെ ഗ്രാമ്പൂ, ഒരു പച്ചക്കർപ്പൂരത്തിന്റെ കഷ്ണം അത് കത്തിച്ചതിന് ശേഷം ആ ഗ്രാമ്പൂമ്പിലേക്ക് തീ കത്തണം. എന്നിട്ട് അത് കത്തി കഴിഞ്ഞിട്ട് ആ പുക അടുക്കള ഭാഗത്ത് കൂടെ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് അത് അവിടെ ഇരുന്നോട്ടെ, എവിടെയെങ്കിലും അടുക്കള ഭാഗത്ത് തന്നെ ഇരുന്നോട്ടെ. അന്നപൂർണേശ്വരി ഇരിക്കുന്ന സ്ഥലമല്ലേ മക്കളെ, അന്നത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. നമ്മളെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി പോവും വേണം. ഇങ്ങനെയൊക്കെ നമുക്ക് ഗ്രാമ്പൂ കൊണ്ടും പച്ചക്കർപ്പൂരം കൊണ്ടും ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് ഭസ്മം ആയിക്കോളൂ കേട്ടോ. രാവിലേക്ക് അത് അങ്ങനെ ഒരു മൂലയിൽ വെച്ചാൽ മതി, കത്തിപ്പിടിക്കുകയൊന്നുമില്ല. അതൊരു ഭസ്മമായിട്ട് കുറേ പുകഞ്ഞു കഴിഞ്ഞാൽ അത് ഭസ്മാവും. രാവിലെ നിങ്ങൾ ആരും ചവിട്ടാത്തൊരു ഭാഗത്ത് അത് വെള്ളം പറഞ്ഞിട്ടാണ് ഒഴുക്കി കളഞ്ഞാൽ മതി. വാഴയുടെ ചോട്ടിലോ തെങ്ങിന്റെ ചോട്ടിലോ ഒക്കെ. മത്സ്യമാംസാദികൾ ഇടുന്ന ഭാഗത്തല്ലാത്തോടത്ത് കേട്ടോ, ശുദ്ധമായ ഭാഗത്ത് നിങ്ങൾ ഒഴുക്കി കളഞ്ഞാൽ മതി. ഇല്ല നിങ്ങൾക്ക് അതിനൊന്നും പറ്റില്ലെങ്കിൽ തുളസിത്തറ ഇല്ലേ, തുളസിത്തറയുടെ ചെടിയുടെ ചോട്ടിലേക്കൊന്നും പാരരുത്. അതിന്റെ അടുത്ത് കൂടെ ഒന്നും ആരും മത്സ്യമാംസം ഒന്നും കൊണ്ടുപോയി ഇടില്ലല്ലോ. അതിന്റെ ഭാഗത്ത് ഒരു തുള്ളി വെള്ളം പറഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ തുളസിയുടെ നേരെ ചോട്ടിലല്ലാതെ അത് ഒഴുക്കി കളഞ്ഞോളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പിന്നെ യാതൊരു സാധനത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മക്കളെ. സമ്പൽ സമൃദ്ധമായിരിക്കും. ഇതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾ പല ബുദ്ധിമുട്ടുകൾ പലരും എന്നോട് വാട്സപ്പിൽ കൂടെ ചോദിക്കുന്നവർക്കൊക്കെ അറിയാം എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതെന്ന്. ആ വിധ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടും മക്കളെ. പിന്നെ നിങ്ങളെ വീട്ടിൽ സന്തോഷം കളിയാടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷനോ ഒരു സങ്കടം ഒന്നും ഉണ്ടാവില്ല, ഒന്നിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സമ്പൽ സമൃദ്ധവും മേൽക്ക് മേൽ പുരോഗതി കാണാട്ടോ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നമുക്ക് പറയാനുള്ളൊരിതാണ്. എല്ലാവരും ചെയ്തു നോക്കണം. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ചിലവ്. അമ്മ വാങ്ങി അത്രയൊന്നും തോന്നെ നിങ്ങളൊന്നും വാങ്ങണമെന്നില്ല കേട്ടോ. ചെറിയ പൈസക്ക് കിട്ടും കേട്ടോ, ചെറിയ പാക്കറ്റ് കിട്ടും കേട്ടോ. അങ്ങനെ മതി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഇതൊക്കെ ചെയ്തു നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.